താൽക്കാലിക ജീവനക്കാർക്ക് ശമ്പളം നൽകാതെ KSRTC ശമ്പളം മുടങ്ങിയിട്ട് ഒരു മാസം പിന്നിടുമ്പോൾ ഡ്യൂട്ടി സറണ്ടർ തുകയും കളക്ഷൻ ബാറ്ററിയും അടക്കമാണ് ജീവനക്കാർക്ക് നൽകാനുള്ളത്. സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് KST എംപ്ലോയീസ് സംഘ് BMS ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിവരങ്ങളുമായി വി വിനീഷ് ചേരുന്നു. വിനീഷ്, ഈ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളും കൂടി. KSRTCയിലെ ജീവനക്കാർക്ക് എല്ലാ മാസവും 1-ാം തീയതി ശമ്പളം നൽകുമെന്നായിരുന്നു ഗതാഗത വകുപ്പ് മന്ത്രി എല്ലാ മാസവും 1-ാം തീയതി ശമ്പളം നൽകുമെന്നായിരുന്നു ഗതാഗത വകുപ്പ് മന്ത്രി പല ഘട്ടങ്ങളിലായി മാധ്യമങ്ങളിലൂടെ പറഞ്ഞിരുന്നത്. പക്ഷേ KSRTC ജീവനക്കാരിലെ സ്ഥിരം ജീവനക്കാർക്ക് ശമ്പളം നൽകുമ്പോൾ താൽക്കാലിക ജീവനക്കാർക്ക് അല്ലെങ്കിൽ ഡെയിലിവേഴ്സ് ജീവനക്കാരായ ഒരാൾക്ക് പോലും കഴിഞ്ഞ 2 മാസമായി ശമ്പളം നൽകിയിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഫെബ്രുവരി 1-ാം തീയതിയാണ് അവർക്ക് അവസാനമായി ശമ്പളം ലഭിച്ചത്. അതിനുശേഷം മാർച്ചിലുള്ള ശമ്പളം ഇതുവരെയും ലഭിച്ചിട്ടില്ല. ഏപ്രിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നിലവിൽ ഏപ്രിൽ കടക്കുന്ന സമയത്ത് പോലും ശമ്പളം നൽകാൻ KSRTC യാതൊരു വിധമായ നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്ന ആക്ഷേപമാണ് താൽക്കാലിക ജീവനക്കാർ ഇപ്പോൾ ഉന്നയിക്കുന്നത്. പ്രധാനമായും അവർ പറയുന്നത് ഇത്തരത്തിലാണ്: സ്ഥിരം ജീവനക്കാർക്ക് ശമ്പളം നൽകുന്നതിനോടൊപ്പം താൽക്കാലിക ജീവനക്കാർക്കും ശമ്പളം നൽകുമെന്ന് മന്ത്രി തന്നെ പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ ആ വാക്കിൽ നിന്ന് മന്ത്രി പിന്നോക്കം പോയിരിക്കുന്നു എന്ന നിലപാടാണ് താൽക്കാലിക ജീവനക്കാർ പറയുന്നത്. ഒപ്പം തന്നെ കളക്ഷൻ ബേറ്റ, സ്ഥിരം ജീവനക്കാരായുള്ളവർക്ക് കളക്ഷൻ ബേറ്റ ഉൾപ്പെടെയുള്ളവ നൽകുന്നില്ല എന്ന ആക്ഷേപമാണ് ഉയരുന്നത്. ചെറിയ ഒരു പൈസ മാത്രമാണ് ഈ കളക്ഷൻ ബേറ്റയായി നൽകേണ്ടത്. ആ തുക പോലും KSRTC ഇപ്പോൾ കൃത്യമായി നൽകുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. താൽക്കാലിക ജീവനക്കാർക്ക് ശമ്പളം നൽകാത്തതിന് പിന്നിലുള്ള കാരണം എന്താണെന്ന് ഗതാഗത വകുപ്പ് മന്ത്രിയുമായി ഈ ഒരു വിഷയം ആരായാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ പോലും അതിന് കൃത്യമായ ഒരു മറുപടി ലഭിക്കാത്ത സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. എന്തായിരുന്നാലും താൽക്കാലിക ജീവനക്കാരുടെ കുടുംബം ആകെ ആശങ്കയിലാണ്. കാരണം 1 മാസം പിന്നിട്ടിട്ടും കൃത്യമായി ശമ്പളം നൽകാൻ KSRTC ഇതുവരെയും തയ്യാറാകുന്നില്ല. മന്ത്രിയുടെ വാക്ക് വെറും പാഴ്വാക്കിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി.